ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഹാൻഡ് പിക്കിന്റെ ഒരു വീഡിയോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് ക്രിസ്മസ് കളക്ഷനൊക്കെ നമ്മൾ കുറേ സാരീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ സാരീസിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, നല്ല റെസ്പോൺസും ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. സാരീസ് കിട്ടിക്കഴിഞ്ഞും കസ്റ്റമേഴ്സൊക്കെ നമ്മുടെ അടുത്ത് സാരീസിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാ കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിയുന്നതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. അപ്പം നമുക്ക് അതുപോലത്തെ തന്നെ പുതിയ കളക്ഷൻസ് നമുക്കിനി റംസാനും ഈസ്റ്ററും വിഷുവും എല്ലാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ കളക്ഷൻസും വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുവാണ്. പുതിയ പാറ്റേൺസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെയുള്ള സാരീസ് ആണ്. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നതും സോഫ്റ്റ് കോട്ട ഫാബ്രിക് തന്നെയാണ്. നമ്മൾ നേരത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടൊക്കെ ആണെങ്കിൽ ഒത്തിരി ആൾക്കാർ ആ ഒരു പാറ്റേണും ആ ഒരു കളർ കോമ്പിനേഷൻസും ഒക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ക്രിസ്മസിന് കാണിച്ച നമ്മുടെ പേസ്റ്റൽ സാരീസ് കളക്ഷൻസ് ഒത്തിരി ആൾക്കാർ ഇപ്പോഴും കാണുകയും ആ ഒരു സാരീസ് റീസ്റ്റോക്ക് ചെയ്യുമോ, ആ സാരീസിന്റെ പാറ്റേൺസ് ഇനി എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ച് എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ആ ഒരു പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന സോഫ്റ്റ് കോട്ട ഫാബ്രിക് സാരീസ് തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിനകത്ത് നേരത്തെ നമ്മൾ ക്രിസ്മസിന് കാണിച്ച കളക്ഷൻസ് ഒന്നും നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. എന്നാലും അതിന് നെറ്റ് കട്ട് വർക്കും ഒക്കെ നമ്മൾ വീണ്ടും ശ്രമിക്കുന്നുണ്ട് കൊണ്ടുവരാനായിട്ട്. നമ്മൾ ആ കളക്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ പാറ്റേൺ ആണ്. അതിൻ്റെ ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്നത് പോലത്തെ ഒരു പാറ്റേൺ ആണ്. അപ്പം നമുക്ക് ഓരോ സാരീസ് ആയിട്ട് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഐവറി ഷെയ്ഡിലുള്ള സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ്. നമുക്ക് ഈ ഒരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വളരെ കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കളർ തന്നെയാണ് ഈ ഒരു ഐവറി ഷെയ്ഡ്. നമ്മൾ ക്രിസ്മസ് കളക്ഷൻസിനകത്തൊക്കെ കാണിച്ചപ്പോഴും നമുക്ക് ഈ ഒരു ഐവറി ഷെയ്ഡ് എല്ലാ പാറ്റേണിലും തന്നെ ഉണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ വീണ്ടും ഈ ഒരു ഷെയ്ഡ് വരുമോ എന്നൊക്കെ ചോദിച്ച് നമ്മളടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിത് അവർക്കുള്ളൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ടും അതുപോലെ നമ്മുടെ പുതിയൊരു കളക്ഷൻ ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ബോഡിയിൽ ഫ്ലോറൽ ഡിസൈൻ എംബ്രോയിഡറി ആണ്. ഒരു ഫുൾ ഒരു ഫ്ലോറൽ ആയിട്ടുള്ള എംബ്രോയിഡറി പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഒരു സെയിം കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഐവറി ഷെയ്ഡിൽ ഐവറി കളർ തന്നെ സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. എന്നാലും നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് തന്നെ വർക്ക് കാണാവുന്നത് പോലെ തന്നെയാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡ് വെച്ചിട്ടൊക്കെ ഉള്ള വർക്ക് വരുന്നത് പോലത്തെ അങ്ങനെ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എംബ്രോയിഡറിക്ക് നല്ല ഹൈലൈറ്റ് ഉണ്ടാകും നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും. ഫുൾ ബോഡി ഈ എംബ്രോയിഡറി വർക്ക് ഈ ഒരു സാരിയിൽ വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു സാരിയുടെ പല്ലു പോർഷനാണ് വരുന്നത്. പല്ലു പോർഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഫുൾ ബോഡി ഫുൾ ആ ഒരു പല്ലു എൻഡ് വരെയും തിക്കായിട്ട് എംബ്രോയിഡറി വന്നിരിക്കുന്നത് പോലെയാണ് ഈ ഒരു പല്ലു പോർഷൻ വരുന്നത്. അതുപോലെ പല്ലുവിൻ്റെ എൻ പോർഷൻ ഇതുപോലെ ടാസിൽസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സെൽഫ് കളറായിട്ടുള്ള ടാസിൽസ് വെച്ചിട്ടാണ് ഇതിൻ്റെ എൻ പോർഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ഫുൾ ബോഡിയിൽ എംബ്രോയിഡറി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമുക്ക് ഈ ഒരു സാരി ഉടുത്ത് വരുമ്പം കാണുന്ന എല്ലാ പോർഷനിലും ഈ എംബ്രോയിഡറി വർക്ക് വരും. അതായത് നമ്മൾ ഈ ഒരു സാരിയുടെ ഹാഫ് പോർഷൻ വരെ ഈ ഒരു ഫുൾ ലെങ്തിൽ എംബ്രോയിഡറി വരും. ബാക്കി ഹാഫ് പോർഷൻ വരുമ്പോഴത്തേനും നമ്മുടെ മുട്ടിന് താഴെ വരുന്നത് പോലെ പാറ്റേണിലാണ് എംബ്രോയിഡറി വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുന്ന ഭാഗത്താണ് നമുക്ക് ഫുൾ ആ ഒരു സാരിയുടെ രണ്ട് വശവും കവർ ചെയ്ത് എംബ്രോയിഡറി വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന പോർഷനിൽ ഇതുപോലെ ഇതിന്റെ താഴെ വശത്ത് എംബ്രോയിഡറി വരുന്നത് പോലെയാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതുപോലെ ഈ സാരിക്ക് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക്കിലാണ് ഇതിന്റെ ബ്ലൗസ് വന്നിരിക്കുന്നത്. സെൽഫ് കളർ ബ്ലൗസ് ആണ്. ഒരു ചന്തേരി മിക്സ് ഫാബ്രിക്കിലാണ്. ഞാൻ ഓൾറെഡി നേരത്തെ സോഫ്റ്റ് കോട്ട സാരീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോഫ്റ്റ് കോട്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതുപോലെ ഹോൾസ് ഇല്ലാത്ത ചെക്ക് പാറ്റേണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. നല്ല ഒരു സിംഗിൾ ലെയറിൽ ട്രാൻസ്പാരൻ്റ് ആണെങ്കിലും ഉടുത്ത് വരുമ്പോൾ, അതായത് ഫ്ലീറ്റഡ് ആയിട്ട് ഉടുക്കുമ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ അല്ല. നമ്മുടെ നോർമൽ കോട്ട ഫാബ്രിക് എല്ലാം പോലെ തന്നെയുള്ള ഒരു ട്രാൻസ്പെറൻസി മാത്രമേ ഈ ഒരു മെറ്റീരിയലിനുള്ളൂ. സ്റ്റിഫ്നെസ്സും അധികം ഇല്ല. അതുപോലെ നമ്മൾ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പ്രീമിയം കളക്ഷനായിട്ട് തന്നെ, അതായത് നമുക്കൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെ കൊടുക്കാവുന്ന പോലത്തെ തന്നെ ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം ഒരു ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് ആ ഒരു ചേർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് പോലത്തെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ആ ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു ചന്തേരി മിക്സ് ഫാബ്രിക് വരുമ്പോഴത്തേനും ഇച്ചിരിയും കൂടെ വ്യത്യാസം വരും ആ ഒരു മെറ്റീരിയൽ. ബ്ലൗസിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇത് കണ്ടോ, ഇതുപോലെ ഒരു ചന്തേരി മിക്സ് വരുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ കാണിക്കുവാണ്. ഈ ബ്ലൗസ് വരുമ്പം ഈ ഒരു സെൽഫ് കളറിൽ വരുന്ന ഈ ഒരു മെറ്റീരിയലാണ് ബ്ലൗസ് വരുന്നത്. സാരിയുടെ മെറ്റീരിയൽ ഈ ഒരു സോഫ്റ്റ് കോട്ട ഫാബ്രിക് ആണ്. അപ്പം ഈ ഒരു സാരീസ് എല്ലാം തന്നെ നമുക്ക് വരുന്നത്, സാരീസിൻ്റെ പ്രൈസ് വരുന്നത് 2659 ആണ്.
2659 ആണ് ഈ സാരീസിന്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഷെയ്ഡ്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഷെയ്ഡ് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. നമുക്ക് നേരത്തെ കളക്ഷനിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ലാവൻഡർ. പക്ഷെ ചില പേസ്റ്റൽ ഷെയ്ഡ് പാറ്റേണിലൊക്കെ നമുക്ക് ആ ഒരു നെറ്റ് കട്ട് വർക്ക് പോലത്തെ പാറ്റേൺസിലൊക്കെ ലാവൻഡർ ഷെയ്ഡ് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഡിം ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ്. കുറച്ചുകൂടി ഒരു വൈറ്റിന്റെ ഒരു എലമെന്റ് കൂടുതലുള്ള പോലത്തെ ഒരു ലാവൻഡർ ഷെയ്ഡ് ആയിരുന്നു വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുമ്പോഴത്തേക്കും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് തന്നെ വന്നിരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് പോലത്തെ നല്ലൊരു ലാവൻഡർ, കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് ഉള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ആ ലാവൻഡർ ഷെയ്ഡിലും സെൽഫ് കളറിലെ ലാവൻഡർ കളർ ത്രെഡ് എംബ്രോയിഡറി വരുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാ കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഉടുക്കാനായിട്ട് നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് ആണ്. ഒന്നും ഈ പറഞ്ഞ പോലെ എറിച്ച് നിൽക്കുന്ന കളേഴ്സ് അല്ല. അതുപോലെ നമുക്ക് ഏത് ഒക്കേഷനിലും ഈ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിനാണെങ്കിലും അല്ല എന്ത് ഒക്കേഷനാണെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസിനാണെങ്കിലും അല്ല ഡെയിലി വെയർ ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കളേഴ്സ് ആണ്. എപ്പോഴും നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടാവേണ്ട കുറച്ച് കളർ ഷെയ്ഡ്സ് ആണ്. ഇപ്പം പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ കോമ്പിനേഷനും അതുപോലെ മെറ്റീരിയലും ഒക്കെയാണ്. സ്റ്റാർച്ച് ചെയ്യേണ്ട, ഒതുങ്ങി ഉടുക്കാൻ പറ്റും. ഉടുക്കാനാണെങ്കിലും വലിയ പ്രയാസമൊന്നും ഇല്ലാത്തതൊക്കെ കൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ മെറ്റീരിയലും ഈ ഒരു കളർ കോമ്പിനേഷനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരിയിൽ നമുക്ക് സെയിം നമ്മൾ ഐവറി ഷെയ്ഡ് സാരിയിൽ കണ്ട പോലെ തന്നെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ചന്തേരി ഫാബ്രിക്കിൽ ബ്ലൗസ് വരും. സാരിയുടെ എൻഡിൽ ഇതുപോലത്തെ ആ സെൽഫ് കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹാഫ് പോർഷൻ തൊട്ട് ആണ് ഒരു സാരിയുടെ ഫുൾ ബോഡി വർക്ക് വരുന്നത്. ബാക്കി ഹാഫ് പോർഷൻ വരുമ്പോഴത്തേനും മുട്ടിന് താഴെ വർക്ക് വരുന്നത് പോലെ, അതായത് ഫ്ലീറ്റ് എടുക്കുന്ന ഭാഗമൊക്കെ വരുമ്പോഴത്തേനും ഇതുപോലെ മുട്ടിന് താഴെ വർക്ക് വരുന്ന പോലെയാണ് എൻ്റെ സാരിയുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. തേർഡ് ഷെയ്ഡ് കാണിക്കുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണിത്. ബേബി പിങ്ക് ഷെയ്ഡ് അല്ല. ബേബി പിങ്ക് ഷെയ്ഡിനേക്കാളും കുറച്ചും കൂടി ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ബേബി പിങ്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് കൂടുതലുള്ള ടൈപ്പ് ഒരു പിങ്ക് ആണല്ലോ. പേസ്റ്റൽ പിങ്ക് എന്ന് പറയുമ്പോൾ അത്രയും ബ്രൈറ്റ്നസ് വരില്ല. പക്ഷേ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡിന്റെ എല്ലാ ഭംഗി എലഗൻസും ഉള്ള പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക് ആണ്. കുറച്ചും കൂടി നമ്മുടെ ഒരു ടൊമാറ്റോ പിങ്കിന്റെയും ബേബി പിങ്കിന്റെയും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ എന്ന് പറയാൻ പറ്റും. എക്സാക്ട് ബേബി പിങ്ക് ഷെയ്ഡ് അല്ല, എന്നാലും നല്ലൊരു പിങ്ക് കളറാണ്. പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ കളക്ഷനിലും ഒക്കെ ഈ പിങ്ക് ഷെയ്ഡും എല്ലാം ഉണ്ടായിരുന്നു. സെയിം ഷെയ്ഡ്സ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നത്. കൂടുതലും ഈ സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ നമുക്ക് വരുന്ന പേസ്റ്റൽ ഷെയ്ഡ്സ് എന്ന് പറയുന്നത് സിമിലർ ആയിരിക്കും. എപ്പോഴും ഡിസൈനിൽ വരുന്ന ഡിഫറൻസ് ആണ് നമുക്ക് എപ്പോഴും വരാറുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഡിസൈൻസിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് ആണ്. ഡിസൈൻ ഫുൾ ബോഡിയിൽ ഇതുപോലെ ഫ്ലോറൽ വർക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഇതിന്റെ തന്നെ ഒരു ഡിഫറെന്റ് ഒരു പാറ്റേൺ നമുക്ക് ക്രിസ്മസ് കളക്ഷനിൽ ഉണ്ടായിരുന്നു. ഒത്തിരി കളർ ഷെയ്ഡ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു ഗ്രീൻ ഷെയ്ഡും ഒരു പീച്ച് ഷെയ്ഡും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു എംബ്രോയിഡറി പാറ്റേൺ ആയിരുന്നു. ഇത്രയും ഒരു വലിയ ഡിസൈൻസ് അല്ല, ഇച്ചിരി കുഞ്ഞു ഡിസൈൻസ് വരുന്നത് പോലത്തെ ഒരു പാറ്റേണിലുള്ള ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത് പോലത്തെ ഒരു പാറ്റേൺ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സാരീസിന് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാരീസിനോട് ഏകദേശം സിമിലർ ആയിട്ടൊക്കെ വരുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് പറഞ്ഞപ്പം റീസ്റ്റോക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ ഒരു സാരി നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം ഏകദേശം സിമിലർ ആയിട്ട് വരുന്നത് പോലത്തെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് ഈ ഒരു സാരിയുടെ റേറ്റ് എല്ലാം സെയിം തന്നെയാണ്. 2659 ആണ് സാരിയുടെ റേറ്റ് വരുന്നത്. ബാക്കിയും എല്ലാ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും ബ്ലൗസിന്റെ പാറ്റേൺ ആണെങ്കിലും ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഞാൻ വീണ്ടും ഇങ്ങനെ നൂർത്ത് കാണിക്കുന്നില്ല. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നേരത്തെ കാണിച്ച സാരിയിൽ നിന്നും കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്ന കളറ് പീച്ച് ഷെയ്ഡാണ്. പീച്ച് ഷെയ്ഡ് നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്ന ഷെയ്ഡാണ്. എപ്പോഴും നമ്മൾ ഈ പേസ്റ്റൽ കളേഴ്സ് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് പീച്ചിനും ഗ്രീനിനുമാണ്. ഒത്തിരി ആൾക്കാർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു കളറാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ്. ഒത്തിരി എൻക്വയറീസ് വരുന്നതും ഏറ്റവും ആദ്യം സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതും ഒക്കെ ഈ രണ്ട് ഷെയ്ഡ്സ് ആണ്. ഒത്തിരി ആൾക്കാർക്കും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ്സും കുറച്ചും കൂടി ഒരു റിച്ച്നെസ്സും ഒക്കെ ഈ ഒരു പീച്ച് ഷെയ്ഡിന് നമുക്ക് കുറച്ചുകൂടെ ഫീൽ ചെയ്യും. അതുപോലെ ഗ്രീനും അങ്ങനെ തന്നെയാണ്. കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നസ് ഒക്കെ നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സിൽ തോന്നുന്നത് പീച്ചിനും ഗ്രീനിനും ഒക്കെ തന്നെ. അതുകൊണ്ടായിരിക്കും അതിന് കൂടുതൽ എൻക്വയറീസ് വരുന്നത്. സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ്. ബാക്കിയെല്ലാം എംബ്രോയിഡറി എല്ലാം സെയിം ആയിട്ട് തന്നെ വരും. ഡിസൈൻസ് ആണെങ്കിലും ഈ സാരീസിലെല്ലാം ഒരേ ഫ്ലോറൽ ഡിസൈൻ ആണ്. ഡിഫറൻസ് ഒന്നുമില്ല. ഒരേ ടൈപ്പ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത്. അതുപോലെ എൻഡിൽ വരുന്ന ടാസിൽസ് ആണെങ്കിലും ബ്ലൗസിന്റെ മെറ്റീരിയൽ ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. കളർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. പീച്ച് കളറാണ്. ഇതാ നമ്മുടെ നാലാമത്തെ ഷെയ്ഡാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ്. ലാസ്റ്റ് അഞ്ചാമത് നമുക്ക് വന്നിരിക്കുന്ന ഷെയ്ഡ്
ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് ഏറ്റവും ഡിമാൻഡുള്ള ഗ്രീൻ ഷെയ്ഡാണ്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്, പിസ്ത ഗ്രീൻ ഷെയ്ഡ് അല്ല. വേണമെങ്കിൽ പക്ഷെ നമുക്ക് എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പിസ്തയുടെ ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. പക്ഷെ നമ്മൾ പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന കോട്ടൺ ചെക്കോട്ടായോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ആ ഒരു ഗ്രീൻ ഷെയ്ഡ് അല്ല, നമുക്കൊരു പേസ്റ്റൽ ഗ്രീൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പിസ്തയുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ കളർ തന്നെയാണ് വരുന്നത്. പിസ്ത ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ നമുക്ക് പിസ്ത ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടൺ ചെക്കോട്ടയിലൊക്കെ വേറൊരു ഗ്രീനാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മുടെ പിസ്ത ഐസ്ക്രീമിൻ്റെ ഒക്കെ കളർ തന്നെയാണ് വരുന്നത്. ആ ഒരു പിസ്ത ഗ്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് പോലത്തെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള കളറാണ്. ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈസ്റ്ററിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഈസ്റ്ററിൻ്റെ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യുന്ന ഗ്രീൻ കളർ ഓശാനയ്ക്ക് കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അടുത്ത് നേരത്തെ എൻക്വയറീസ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു കറക്റ്റ് നമ്മുടെ ആ ഓശാനയുടെ ഓലയുടെയൊക്കെ വരുന്ന പോലത്തെ നല്ല ആ ഒരു ഷെയ്ഡ് വരുന്ന, അപ്പം ഈ ഓശാനയ്ക്കൊക്കെ ആർക്കെങ്കിലും ഗ്രീൻ സാരി വേണമെങ്കിൽ ഇപ്പം നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടവർ നമ്മളെ എൻക്വയറി ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ കഴിവതും വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. കാരണം നമുക്ക് കോൾസ് വരുമ്പം എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുപോലെ നമുക്ക് ഒത്തിരി മിസ് കോൾസ് വരുമ്പോഴത്തേനും കോൾ ബാക്ക് ചെയ്യാനും കുറച്ചൊക്കെ ഡിഫിക്കൽട്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഇടുവാണെങ്കിൽ നമ്മൾ എപ്പോൾ കണ്ടാലും നമുക്ക് റിപ്ലൈ തരാനായിട്ട് പറ്റും. ആ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ നമുക്ക് റിപ്ലൈ കറക്റ്റായിട്ട് കൊടുക്കാനും പറ്റുന്നത് വാട്സാപ്പ് മെസ്സേജ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കഴിവതും ആൾക്കാർ നമ്മളെ കോൾ ചെയ്യുന്നതിന് പകരം വാട്സാപ്പ് മെസ്സേജ് ആയിട്ടോ, ഇനിയിപ്പം സംസാരിക്കാനാണ് താല്പര്യമെങ്കിൽ വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചാൽ തിരിച്ച് നമ്മൾ വോയിസ് മെസ്സേജ് അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അപ്പോൾ ഈ കാണിച്ച സാരീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ നമ്മൾ വീണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് മിഷൻ എംബ്രോയിഡറി ആണെങ്കിലും ഹാൻഡ് എംബ്രോയിഡറി ആണെങ്കിലും കളക്ഷൻസിനൊക്കെ. പക്ഷേ ഇനിയും കഴിവതും അങ്ങനത്തെ ഗ്യാപ്പുകളൊക്കെ ഒഴിവാക്കി നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ സാരീസിൻ്റെ ഒക്കെ കളക്ഷൻസ് വീണ്ടും നമ്മൾ പഴയ പോലെ ആഴ്ച 2 വീഡിയോ വെച്ചിട്ട് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.